എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെയും മുസ്ലിം ലീഗിനെയും കടന്നാക്രമിച്ച് NSS ജനറൽ സെക്രട്ടറി ജി. സുകുമാരൻ നായർ രംഗത്തെത്തിയിരിക്കുകയാണ്. കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം നടത്തിയ പ്രധാന പരാമർശങ്ങൾ ഇങ്ങനെ: കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ മുസ്ലിം ലീഗിന് അടക്കം എന്ത് കാര്യം? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരണമെന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. അതിൽ ഇടപെടാൻ ഘടകകക്ഷികൾക്ക് എന്ത് അധികാരമാണുള്ളത്? ഹൈക്കമാൻഡ് അഭിപ്രായം തേടുന്നതിനു മുൻപ് തന്നെ ലീഗടക്കമുള്ള കക്ഷികൾ സമ്മർദ്ദം ചെലുത്തിയത് ജനാധിപത്യത്തിന് ചേരുന്നതല്ല. ആര് വന്നാലും സ്വീകരിക്കാൻ തയ്യാറാകുക എന്നതായിരുന്നു ഘടകകക്ഷികളുടെ മര്യാദ. എന്നാൽ ചില സമുദായ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരം ഇടപെടലുകൾ ഇപ്പോൾ നടക്കുന്നത്. ഇതിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ട്. ഫ്ലെക്സ് പോസ്റ്ററുകളും പ്രകടനങ്ങളും ഇപ്പോഴും തുടരുന്നത് വിജയത്തിന്റെ ശോഭ കെടുത്തിയിരിക്കുകയാണ്. UDF നേടിയ 102 സീറ്റിന്റെ മേന്മ ഈ തർക്കങ്ങളിലൂടെ നശിപ്പിച്ചു. നിലവിലെ ജനവികാരം കണക്കിലെടുത്താൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ മുന്നണിക്ക് 30 സീറ്റ് പോലും ലഭിക്കില്ല. ഇവിടെ ഇപ്പോൾ ഒരു ഭരണമുണ്ടോ? സ്കൂളുകൾ തുറക്കാൻ പോകുന്നു, മഴക്കാല മുന്നൊരുക്കങ്ങൾ നടത്തണം. ഇതൊന്നും പരിഹരിക്കാനാളില്ല. ജനങ്ങൾ പൊറുതിമുട്ടി നിൽക്കുകയാണ്. കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിലും ഘടകകക്ഷികളുടെ ഇടപെടലിലും NSSനുള്ള കടുത്ത അതൃപ്തിയാണ് സുകുമാരൻ നായരുടെ ഈ വാക്കുകളിലൂടെ പുറത്തുവരുന്നത്. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ആഗ്രഹമില്ല. ആഗ്രഹം ഉണ്ടായിരുന്ന എപ്പോഴേ കിട്ടിയേന്, എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടിയേന്. ഗവൺമെൻറ്റിന് ഒന്നും വിഷമിക്കാതെ തന്നെ അവർ അത് നടത്തിയെടുത്തത്. പക്ഷെ ഞങ്ങളതിനൊന്നും വീഴുന്ന ആളുകളല്ല എന്നുള്ളത് കൊണ്ടാണ്. ഉണ്ടോയെന്ന് എനിക്ക് സംശയം. അതായത് മകൻ BJP-ക്കാരൻ, അദ്ദേഹം ചർച്ചയ്ക്ക് വേണ്ടി വരുന്നു. 2-3 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞ് 3-4 ദിവസം പോയി കഴിഞ്ഞപ്പോൾ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇന്ന് വരെ ആ വരുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നിടം വരെ എപ്പോൾ വരും, എങ്ങനെ വരും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ചർച്ച നടന്നിട്ടില്ല. ഐക്യം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ ഞാനിത് എൻ്റെ സംഘടനാ നേതൃത്വത്തെ അറിയിച്ചു. BJP-ക്കെതിരായിട്ട് ഞാൻ എന്നാ പറഞ്ഞത്? അത് ഞങ്ങൾ ഇപ്പോഴും കോടതി നിൽക്കുക, അതുകൊണ്ടാണ് പറഞ്ഞത്. അതിന് BJP ഒന്നും ചെയ്തില്ലെന്നാണ് പറഞ്ഞത്. ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഹിന്ദുവിൻ്റെ ആ വിഷയത്തിൽ ഇടപെട്ടില്ല. ഭരണം ഉണ്ടായിട്ട് പോലും ഇടപെട്ടിട്ടില്ല എന്നൊരു ആക്ഷേപം ഞാൻ പറഞ്ഞു. പക്ഷേ അതിനുവേണ്ടി നിലകൊള്ളുന്ന സംഘടന NSS എന്നുള്ള പ്രസ്ഥാനമല്ലാതെ ഇപ്പോഴും വേറെ ഒന്നുമില്ലതാണ്. സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ചിൻ്റെ മുമ്പിൽ കിടക്കുക. Thank you.